തെലങ്കാനയിലെ നാഗർ കുർണൂൾ ടണൽ അപകടത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. കുടുങ്ങിക്കിടക്കുന്നവർക്ക് തൊട്ടരികെ ദൗത്യസംഘം എത്തിയിട്ടുണ്ട്. എങ്കിലും ദൗത്യം ദുഷ്കരമാണ് എന്ന തെലങ്കാന മന്ത്രി ജൂപ്പള്ളി കൃഷ്ണറാവു പറഞ്ഞു. ഏറ്റവും പുതിയ വിവരങ്ങൾ അരുൺ പൂപ്പറമ്പ് നൽകും. അരുൺ, ഇന്ന് രാവിലെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും ദൗത്യസംഘം രക്ഷാകരം നീട്ടാൻ തൊട്ടരികെ എത്തിയിട്ടുണ്ട്, അതിൽ കുടുങ്ങിക്കിടക്കുന്നവരുടെ അരികെ എത്തി എന്നായിരുന്നു. അത് എത്രത്തോളം പുരോഗമിച്ചിട്ടുണ്ട്? അവിടെ നിന്ന് നല്ല വാർത്ത നമുക്ക് എപ്പോൾ പ്രതീക്ഷിക്കാം? വിജയകുമാർ, ഈ അപകടം നടന്നിപ്പോൾ 2 ദിവസം പിന്നിട്ട് കഴിഞ്ഞു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ അപകടത്തിൽപ്പെട്ട 8 പേർ ഇവരെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇതിൽ ഒരു വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമെന്നുള്ളത്, അവരെ വിസിബിൾ ചെയ്യാൻ അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ ഇതുവരെ ദൗത്യസംഘത്തിന് സാധ്യമായിട്ടില്ല. ഇപ്പോൾ ഒടുവിലായി നാഗർ കർണൂൽ ജില്ലാ കളക്ടർ അറിയിക്കുന്നത്, ഇപ്പോൾ ദൗത്യസംഘം ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്നും 40 മീറ്റർ അടുത്തെത്തിയിട്ടുണ്ട്. അല്പം കൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ ദുഷ്കരമാണ് ഈ ദൗത്യം. അതായത് ഇതിൻ്റെ വലിയ രീതിയിലുള്ള കല്ലുകളും ചളികളുമുണ്ട്. ഈ വലിയ ബോറിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഈ തുരങ്കം ഇത് തുരന്നുള്ള നിർമ്മാണ പ്രവർത്തികൾ നടന്നത്. ആ ബോറിംഗ് മെഷീൻ പൂർണ്ണമായും തന്നെ തകർന്നതിൻ്റെ അവശിഷ്ടങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ നീക്കം ചെയ്ത് വേണം ഈ കൃത്യമായിട്ടുള്ള ഈ അപകടം നടന്ന സ്പോട്ടിലേക്ക് എത്താൻ. അത് ഇതുവരെ സാധിച്ചിട്ടില്ല. ഇപ്പോൾ പക്ഷേ തൊട്ടടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോഴും അവിടെ സന്ദർശിക്കുന്ന തെലങ്കാനയിലെ മന്ത്രിമാരും ജില്ലാ കളക്ടറൊക്കെ പറയുന്നത്, അവിടെ എത്തി ഇവരെ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അതിൽ ലൗഡ് സ്പീക്കർ ഉപയോഗിച്ച് ഇവരുടെ പേരുകളൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷേ അതിലെന്തെങ്കിലും ഒരു മറുപടി, റിയാക്ഷൻ ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരെ എത്രത്തോളം അതിജീവനം സാധ്യമാകുമെന്ന കാര്യത്തിലൊക്കെ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് ദൗത്യം മുന്നോട്ട് പോകുന്നത്. എയറോസ്കോപ്പിക് റോബോട്ടിക് ക്യാമറകളൊക്കെ ഉപയോഗിച്ച് ആ രീതിയിലുള്ള തെരച്ചിൽ നടത്തുന്നുണ്ട്. NDRFൻ്റെ ഈ ദൗത്യസംഘത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഡോഗ് സ്ക്വാഡ് എത്തി ഈ മണ്ണിനടിയിലുള്ള അത്തരം സാന്നിധ്യങ്ങൾ പരിശോധിക്കുന്ന അത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഉത്തരാഖണ്ഡിൽ ഈ ദുരന്തമുഖത്ത് ഉപയോഗിച്ചിരുന്ന റാറ്റ് മൈനേഴ്സ്, അത് നമുക്കറിയാം, ഈ ഖനി ഇടങ്ങളിലൊക്കെ ഇത്തരം മേഖലകളിലൊക്കെ പരിശോധന നടത്താൻ പറ്റുന്ന റാറ്റ് മൈനേഴ്സിൻ്റെ സഹായം സൈന്യത്തിനൊപ്പം തന്നെയുണ്ട്. അങ്ങനെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ദൗത്യം തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോഴും നിലവിൽ ഈ 50 മണിക്കൂർ പിന്നിടുന്ന ഘട്ടത്തിലും ഈ 8 പേരിൽ അവരെ കൃത്യമായി കണ്ടെത്താനോ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ അത് തന്നെയാണ് പ്രധാനപ്പെട്ടത്. 50 മണിക്കൂർ കഴിയുന്നു, അവരുമായി കമ്മ്യൂണിക്കേഷന്, ആശയവിനിമയത്തിന് ഇപ്പോഴും സാധിക്കുന്നില്ല എന്നതൊരു ആശങ്കയായി തുടരുന്നുണ്ട്. 40 മീറ്റർ അകലെ എത്തിയിട്ടുണ്ട് രക്ഷാപ്രവർത്തകർ. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തോടുകൂടി അവരുടെ അടുത്തേക്ക് എത്താൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അവരുടെ പേരൊക്കെ വിളിച്ച് പ്രതികരണം തേടുമ്പോൾ നിശബ്ദതയാണ് അവിടെ നിന്ന് കിട്ടുന്നത്. അപ്പോൾ എന്താണ് അവർക്ക് സംഭവിച്ചത് എന്ന് അറിയില്ല. നമുക്ക് കാത്തിരിക്കാം.